ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അത് നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കണം. വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. എന്നിട്ടിത് ചെറിയ റൗണ്ട് ആയിട്ടാണ് കോവയ്ക്ക കട്ട് ചെയ്യുന്നത്. സവാള ആണെങ്കിൽ നീളനെ സ്ലൈസ് ആയിട്ടാണ് എടുക്കുന്നത്. ഇത് രണ്ടും കട്ട് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യമേ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക. സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരേക്കും സവാള നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വയ്ക്കണം. എന്നിട്ട് അതേ പാനിലേക്ക് നമ്മൾ റൗണ്ട് ആയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇടുക. കോവയ്ക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് കോവയ്ക്ക കറക്റ്റായിട്ട് വേവുന്നവരേക്കും ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഇടയ്ക്കും തലയ്ക്കൊക്കെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 8-10 മിനിറ്റോളം വേവിച്ചെടുക്കണം. ഇത് ഓരോ പീസും നന്നായിട്ട് വെന്തു എന്ന് ഉറപ്പ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഗോൾഡൻ ബ്രൗൺ ആയിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സവാളയുടെ ക്രിസ്പ് പോവില്ല, അതേസമയം കോവയ്ക്ക നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവും. ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള എരിവിനുള്ള മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഉപ്പും എരിവും മുളകൊക്കെ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് വെക്കാം. 2 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോൾ നമ്മൾ ക്രിസ്പി ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ റെഡിയായി. നല്ലൊരു മെഴുക്കുവരട്ടിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ ഇവിടെ വിളമ്പി വെക്കുന്നത് ചോറും മോര് കാച്ചിയതും അച്ചാറും മുട്ട പൊരിച്ചതും നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. താങ്ക് യു ഓൾ.